ഞാൻ എനിക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, അതായത് കഴിഞ്ഞ ജാനുവരി, സ്വർഗത്തിൽ നിന്നൊരു സമ്മാനം കിട്ടി. അത് മറ്റൊന്നുമല്ല, ഐഹിക ജീവിതത്തിൽ ഒരു വർഷം കൂടെ. അങ്ങനെ ഞാനിപ്പോൾ 89-ാം വയസ്സിൽ അങ്ങനെ ഓടുകയാണ്. ഈ പ്രായത്തിലും ഇപ്രകാരം ഇവിടെ നിൽക്കുവാൻ തക്കവണ്ണം അവസരം നൽകിയ അനുഗ്രഹിക്കുന്ന സർവശക്തനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഒപ്പം ഈ ഇടവകയോട് എനിക്ക് എൻ്റെ കുടുംബത്തിന് വലിയധികം കടപ്പാടുകളുണ്ട്. കാരണം ഞങ്ങളുടെ തീവ്ര ദുഃഖ സമയങ്ങളിൽ നാട്ടിലും ഇവിടെയുമായി ഞങ്ങളെ ബലപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത അനേകരുണ്ട്. അന്ന് ഇവിടെ സേവനമനുഷ്ഠിച്ച വന്നിയ വൈദികരുണ്ട്. എല്ലാവരോടും തീരാത്ത കടപ്പാടുകളുണ്ട്, നന്ദിയുണ്ട്. അതൊക്കെയും ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. ഞാൻ എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് ചില കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ 1958-ൽ ഡിഗ്രി എടുത്തതിന് ശേഷം ബിലായിൽ പോയി. അന്ന് സ്റ്റീൽ പ്ലാന്റിൻ്റെ പണി നടക്കുന്ന സമയമാണ്. റഷ്യൻ സാങ്കേതിക സഹായത്തോടുകൂടി അവിടെ അധികം താമസിയാതെ സ്റ്റോർ കീപ്പറായിട്ടൊരു ജോലി കിട്ടി. അങ്ങനെ ഏകദേശം 2 വർഷക്കാലം ബിലായി സ്റ്റീൽ പ്ലാന്റിൽ ജോലി ചെയ്തു. ഞാനവിടെ ഉള്ളപ്പോൾ തന്നെ അതിൻ്റെ ഉൽപ്പാദന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അന്നത്തെ റഷ്യൻ നേതാക്കളായ ക്രൂഷ്ചേവും ബുൾഗാനിനും അവർ രണ്ടുപേരും കൂടെ വന്നാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതോടൊപ്പം തന്നെ ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ് പ്രസിഡൻറ്റ്, അവരൊക്കെ അവിടെ വരികയുണ്ടായിരുന്നു. അവരെല്ലാം കാണുവാനുള്ള ഒരു ഭാഗ്യം കൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് 1960-ൽ തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നു. അത് പ്രത്യേകമായ ഒരു കാരണം കൊണ്ടാണ്. ഞങ്ങളുടെ ദേവാലയം കൂദാശ ചെയ്യപ്പെടുന്നത് 1957-ലാണ്. ആ കൂദാശ ദിവസം തന്നെ പരിശുദ്ധ പിതാവ്, അന്നത്തെ മാത്യൂസ് മാർ കൂറിലോസ് തിരുമേനി, എന്നെ വിശുദ്ധ മദ്ബഹായിൽ കൈപിടിച്ച് കയറ്റുകയുണ്ടായി. അന്നു മുതലുള്ള ഒരു ബന്ധം തിരുമേനിയുമായിട്ട് ഒരു അപ്പൻ മകൻ ബന്ധമെന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം സ്വാതന്ത്ര്യം എനിക്ക് തിരുമേനിയുടെ അടുക്കലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, 1960-ൽ തിരുമേനിയുടെ ഒരു സന്ദർശന വേളയിൽ എന്നെ സംബന്ധിച്ച് തിരുമേനി എൻ്റെ പിതാവിനോട് ചോദിച്ചു. എൻ്റെ പിതാവെന്ന് സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിരുന്നു. അപ്പോൾ പല കാര്യങ്ങളും സംസാരിക്കുന്നതിനിടയ്ക്ക് ജോണി എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ പിതാവ് പറഞ്ഞു, ഇങ്ങനെ ബിലായിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ കൽപ്പിച്ചു, അവനെ ഇനി വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന്, അന്ന് ഫോണും സൗകര്യങ്ങളൊന്നുമില്ല, എനിക്ക് എഴുത്ത് വന്നു, എത്രയും പെട്ടെന്ന് നാട്ടിൽ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ 1 month നോട്ടീസ് കൊടുത്ത് അവിടുന്ന് തിരിച്ച് നാട്ടിൽ വന്നു. തിരുമേനിയെ കണ്ടു. ഉടൻ തന്നെ
കടമ്പനാട് സെൻറ് തോമസ് ഹൈസ്കൂളിലേക്ക് എനിക്ക് അധ്യാപകനായിട്ട് അപ്പോയിൻമെൻ്റ് ഓർഡർ തരികയാണ് ഉണ്ടായത്. അന്ന് റോ ഹാൻസിന് അധ്യാപകരായിട്ട് കയറാം, ഡിഗ്രി മതി. അങ്ങനെ 1960 ഒടുവിൽ കടമ്പനാട് സെൻറ് തോമസ് ഹൈസ്കൂളിലെ ഒരു അധ്യാപകനായിട്ട് ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. അന്നത്തെ രീതി അനുസരിച്ച് സ്കൂളിൽ കയറിയതിന് ശേഷം ഗവൺമെൻറ്റിൽ നിന്നാണ് നമുക്ക് ഏതെങ്കിലും B.Ed കോളേജിലേക്ക് ഇത് തരുന്നത്. അങ്ങനെ എനിക്ക് പീറ്റ് മെമ്മോറിയൽ ട്രെയിനിങ് കോളേജ് മാവേലിക്കര, അവിടേക്ക് 1963 അവിടേക്ക് പ്രവേശനത്തിന് അനുമതി ലഭിച്ചു. അങ്ങനെ മാവേലിക്കര B.Ed കോളേജിൽ പഠിച്ചു, B.Ed എടുത്തു. 1964 ഞാൻ കടമ്പനാട്ട് നിന്ന് തിരികെ കായംകുളത്തിന് പോവുകയായിരുന്നു. അന്ന് ട്രാൻസ്ഫർ ചെയ്യാം, ഇരു മാനേജർമാരുടെയും കൺസെൻറ്റ് മതി. അങ്ങനെ തിരുമേനിയുടെ കൺസെൻറ്റ് കിട്ടി. എന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കായംകുളത്തെ മാനേജറുടെ കൺസെൻറ്റുമായിട്ട് DE ഓഫീസിൽ പോയി ആ ട്രാൻസ്ഫർ ശരിയാക്കി അവിടെ വന്ന് ജോയിൻ ചെയ്യുകയായിരുന്നു. അങ്ങനെ 64 മുതൽ 1979 വരെ ആ സ്കൂളിൽ ജോലി തുടരവേ ഒരു ദൈവ നടത്തിപ്പെന്നുള്ള നിലയിൽ അബുദാബിയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യമുണ്ടായി. അന്ന് ലീവ് എടുക്കാം 5 വർഷം. ആദ്യം 5 വർഷം എടുത്തു. 79 മുതൽ 84 ആയപ്പോൾ വീണ്ടും 5 വർഷം എടുത്തു. അങ്ങനെ 2 പ്രാവശ്യം കൂടെ എടുത്തു. 15 വർഷം അബുദാബിയിൽ ജോലിയായി സേവനമനുഷ്ഠിക്കുകയുണ്ടായി. ഞാൻ വരുമ്പോൾ പരിശുദ്ധ പിതാവിനെ, അന്ന് കൂർലോസ് തിരുമേനിയാണ്, കൊല്ലം അരമനയിൽ പോയി കണ്ടു. ഇങ്ങനെ ഞാൻ അബുദാബിക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് കലിതിയായിലാണ് പള്ളി. വികാരി ഫാദർ തോമസ്, പിന്നീട് തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനി, അദ്ദേഹമായിരുന്നു അന്ന് കലിതിയ പള്ളിയുടെ വികാരി. അപ്പോൾ ഞാൻ ഇങ്ങനെ വരികയാണെന്ന് പറഞ്ഞപ്പോൾ അന്നേരം തന്നെ അവിടെ ഇരുന്ന് ഒരു എഴുത്തെഴുതി. ഈ വരുന്ന ജോണി എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്, അവിടെ വരുമ്പോൾ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ആ എഴുത്തെഴുതി എൻ്റെ കയ്യിൽ തന്നു. കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും തന്നു. അങ്ങനെ ഞാൻ അബുദാബിയിലെത്തി. അച്ഛനെ കണ്ട് എഴുത്ത് കൊടുത്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അപ്പോൾ എൻ്റെ ഒരു ബ്രദറിൽ ഒന്നിവിടെ റാണിയ മോനി എന്നറിയപ്പെട്ടിരുന്ന ഒരാളുണ്ട്, അദ്ദേഹം ഇപ്പം നാട്ടിലാണ്. അപ്പോൾ അതെൻ്റെ അളിയനാണ്. അപ്പം അച്ഛനെ എഴുത്ത് കൊടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനിയുള്ളപ്പോൾ പിന്നെ ഞാനെന്ത് ചെയ്യാനാണ്. എന്തായാലും അങ്ങനെ കല്യ പള്ളിയിൽ അച്ഛനെ പോയി കാണുകയും എഴുത്ത് കൊടുക്കുകയൊക്കെ ചെയ്തത് ചരിത്രം. അപ്പം ഇനിയും അപ്പോൾ ഇത്രയൊക്കെയാണ് എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഇനിയും അടുത്തതായിട്ട് എനിക്ക് പരിശുദ്ധ പിതാവിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളാണ് പറയാനുള്ളത്. ഞാൻ പറയുന്ന പല കാര്യങ്ങളും എല്ലാവർക്കും അറിവുള്ള കാര്യങ്ങളാണ്. എന്നിരുന്നാലും നമ്മൾ കൂട്ടായിട്ട് ആ പിതാവിനെ ഒന്ന് ഓർക്കുകയും നമ്മുടെ ഒരു സന്തോഷവും ഭക്തിയും മുഖം രേഖപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ തിരുമേനിയെ സംബന്ധിച്ച് എന്തെങ്കിലും ചില കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളത് പറയാമെന്ന് ആഗ്രഹിക്കുന്നത്. തിരുമേനി ജനിച്ചത് കൊല്ലത്തിനടുത്ത് പെരിനാട് ആണ്, അതെല്ലാവർക്കും അറിയാം, അഷ്ടപടിക്കായലിൻ്റെ തീരത്ത്. തിരുമേനി മൂത്ത മകൻ, അതിന് താഴെ ബാക്കി 7 പേര്, 3 പെണ്ണുങ്ങളും 4 ആണുങ്ങളും, അങ്ങനെ 5 പുത്രന്മാരും 3 പുത്രികളും അടങ്ങുന്ന ഒരു മക്കൾ സഞ്ചയമായിരുന്നു അവർക്ക്. ഇടിക്കള എന്ന പിതാവും അന്നമ്മ എന്ന മാതാവും. ഈ പിതാവിൻ്റെ അമ്മയുടെ വീട് കടമ്പനാട്ടായിരുന്നു. പിതാവിൻ്റെ തിരുമേനിയുടെ പിതാവിൻ്റെ അമ്മയുടെ പേര് വല്യമ്മച്ചിയുടെ വീട്. അപ്പോൾ ഞാൻ കടമ്പനാട്ട് സ്കൂളിൽ ജോലിയായിട്ടിരിക്കുമ്പോൾ ആ കുടുംബമായിട്ടൊക്കെ ബന്ധപ്പെടുകയും പലരുമായിട്ട് അടുത്ത് ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. തിരുമേനിയും പഠിക്കുന്ന കാലത്ത് അവധി നാളുകളിലൊക്കെ കടമ്പനാട്ട് വന്ന് താമസിക്കുക. അങ്ങനെ കടമ്പനാട്ടുകാർക്കും ചെറുപ്പം മുതലേ തിരുമേനിയുമായിട്ടുള്ള ബന്ധമുണ്ട്.
തിരുമേനി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ, വളരെ കുഞ്ഞുനാൾ മുതൽ തന്നെ വളരെ ഭക്തിയായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത് എന്ന് അന്ന് തിരുമേനിയുമായിട്ട് കുഞ്ഞുനാൾ മുതൽ ബന്ധമുള്ള ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. എപ്പോഴും പ്രാർത്ഥനയും പുസ്തക വായനയും അങ്ങനെ ആ ഒരു ഭക്തിപരമായ ജീവിതത്തിലേക്കാണ് തിരുമേനി പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ സ്വഭാവ മഹിമ കണ്ടിട്ട് ഒരു ഹിന്ദുവായ അധ്യാപകൻ, അദ്ദേഹത്തിനെ ഏറ്റവും സ്നേഹിച്ചിരുന്ന ഒരു അധ്യാപകനുണ്ട്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഈ മാത്യൂസ് എന്നാണ് പേര്, മാത്യൂസെ നീ ഭാവിയിൽ ഒരു വൈദികനാകണമെന്ന് പറഞ്ഞു. അപ്പം ഒരു ഹിന്ദുവായ അധ്യാപകന് ഈ പൈതൽ അല്ലെങ്കിൽ ഈ കുട്ടി ഭാവിയിൽ ഒരു വൈദികനാകണമെന്ന് ഉപദേശിക്കണമെങ്കിൽ ആ വിദ്യാർത്ഥിയിൽ എത്രമാത്രം സ്വഭാവ വൈശിഷ്ട്യം കണ്ടിട്ടാണെന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ വളരെ ചെറുപ്പം മുതലേ തന്നെ ഭക്തിപരമായ ജീവിതം നയിച്ച് മുമ്പോട്ട് വന്ന ആ കുട്ടിയെ പിന്നെ നമ്മൾ കാണുന്നത് ഓതറ തയ്യാറായിലെ ഏഞ്ചലച്ചനായിട്ടാണ്. അതിനിടയ്ക്ക് പല ഗുരുക്കന്മാരിൽ നിന്ന് വേദശാസ്ത്രപരമായ കാര്യങ്ങളെല്ലാം പഠിച്ചു. പത്തനംതിട്ട അരമനയിലും കോട്ടയം തിരുമേനിമാരുടെ കൂടെയും എല്ലാം പഠിക്കേണ്ടതെല്ലാം പഠിച്ചു കഴിഞ്ഞ് അച്ഛനായി ചെങ്ങന്നൂർ അടുത്ത ഓതറ ദേറായിലെ ജീവനക്കാരനായി മാറുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്ന ചരിത്രം. കൂടെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഡ്രൈവർ പാപ്പച്ചൻ. ഏത് കാര്യത്തിനും പാപ്പച്ചനായിരുന്നു തുണ. അന്ന് ഇന്നത്തെ പോലെ ഉള്ള സാമ്പത്തിക സൗകര്യങ്ങളൊന്നുമില്ല. ദേറായിൽ ഏഞ്ചലച്ചനും ഈ ഡ്രൈവറും മാത്രമേ ഉള്ളൂ. ചെലവിനൊന്നുമില്ല. പല ദിവസങ്ങളിലും പട്ടിണി കിടന്നിട്ടുണ്ടെന്ന് തിരുമേനി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പല ദിവസങ്ങളിലും ദേറാമുറ്റത്തുണ്ടായിരുന്ന ചക്ക, പ്ലാവിൽ നിന്ന് ചക്ക പറിച്ച് പുഴുങ്ങി തിന്ന് ജീവിച്ച ദിവസങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെ ദാരിദ്ര്യത്തെ ദുഃഖം വളരെ അനുഭവിച്ച ഒരു പിതാവാണ്. അവിടെ നിന്ന് 1952 അസോസിയേഷൻ കൂടി കോട്ടയത്ത് 2 തിരുമേനിമാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി. ആ 2 തിരുമേനിമാരെ തിരഞ്ഞെടുക്കുന്ന വേളയിൽ തിരുമേനിയോട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തി അന്നത്തെ ബാവ തിരുമേനി പരിശുദ്ധ ഗീവർഗീസ് നിധിയൻ ബാവയാണ് അധ്യക്ഷം വഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചെവിയിൽ മന്ത്രിച്ചു, നമുക്ക് ഏഞ്ചലച്ചനെ കൂടെ എടുക്കണം. തിരുമേനിയുടെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചിന്തയായിരിക്കണം. പക്ഷേ ഇങ്ങനെ ഒരു അഭിപ്രായം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അതിന് സ്ഥിരീകരണമുണ്ടായി. എന്നിട്ട് ബാവാ തിരുമേനി ഏഞ്ചലച്ചനോട് പറഞ്ഞു, തിരുമേനിയെ അച്ഛനെ ഞാൻ റമ്പച്ചനാക്കാൻ പോവുകയാണ്. അപ്പോൾ അത് എന്തിൻ്റെ മുന്നോടിയാണെന്നുള്ളത് പിതാവ് മനസ്സിലാക്കി അതിൽ നിന്ന് കഴിയുന്നതും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പക്ഷേ ദൈവ നിയോഗം അതായിരുന്നില്ല. മറ്റ് 4 പേരോടുകൂടി 1953 മെയ് മാസത്തിൽ ഈ മാത്യൂസ് എന്ന ഏഞ്ചലച്ചൻ മാത്യൂസ് മാർ കൂറിലോസ് എന്ന പേരിൽ അഭിഷിക്തനായി. പിന്നീട് അങ്ങോട്ടൊരു ജൈത്രയാത്രയായിരുന്നു. അന്ന് കൊല്ലം ഭദ്രാസനത്തിൻ്റെ അധിപൻ അലക്സിയോസ് മാർ തേവദോസൂസ് തിരുമേനിയാണ്. തിരുമേനിക്ക് ബാഹ്യ കേരളത്തിൻ്റെ ചുമതലയും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കൊല്ലം ഭദ്രാസനത്തിൽ കൂടുതലായി ശ്രദ്ധിക്കാൻ സാധിച്ചിരുന്നില്ല. അന്നത്തെ കൊല്ലം ഭദ്രാസനം എന്ന് പറയുന്നത് ഇന്നത്തെ 5 ഭദ്രാസനങ്ങളാണ്. കന്യാകുമാരി മുതൽ വടക്കോട്ട് മാന്നാറിനിപ്പുറം വരെയുള്ള ആ ദീർഘമായ പ്രദേശം മുഴുവൻ ഒറ്റ ഭദ്രാസനം. ഇന്നത് തിരുവനന്തപുരം, കൊല്ലം,
കൊട്ടാരക്കര, പുനലൂർ, അടൂർ, കടമ്പനാട്, മാവേലിക്കര, അങ്ങനെ 5 ഭദ്രാസനങ്ങൾ. ഈ 5 ഭദ്രാസനങ്ങൾ അടങ്ങിയ വിസ്തൃതമായ ഒരു ഭൂവിഭാഗത്തിൻ്റെ ഭരണ നേതൃത്വത്തിലേക്ക് തിരുമേനി വരികയാണുണ്ടായത്. അലക്സിയോസ് തിരുമേനി കാലം ചെയ്തതിന് ശേഷം കൊല്ലം ഭദ്രാസനത്തിൻ്റെ മുഴുവൻ ചുമതലക്കാരനായി. പക്ഷേ അന്ന് കൊല്ലം ഭദ്രാസനത്തിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമായിരുന്നു വേണം പറയാൻ. കാരണം കിഴക്കൻ പ്രദേശങ്ങളിൽ അധികവും സാധാരണ ഷെഡുകൾ പോലുള്ള ചെറിയ ചെറിയ പള്ളികളായിരുന്നു. സാമ്പത്തിക കഴിവുകളൊന്നുമില്ലാത്ത ചെറിയ ചെറിയ ഇടവകകൾ. അതുപോലെ തന്നെ മറ്റ് പ്രത്യേക സ്ഥാപനങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് അരമനയോ അതിനുള്ള സൗകര്യങ്ങളോ ഇല്ല. ഓതറയിൽ നിന്ന് കൊട്ടാരക്കരയ്ക്കടുത്ത് കോട്ടപ്പുറം സെമിനാരിയിലേക്ക് അദ്ദേഹം താമസം മാറ്റി. അവിടെയും വലിയ സൗകര്യങ്ങളൊന്നുമില്ല. ഞാൻ അനേക സന്ദർഭങ്ങളിൽ അന്ന് തിരുമേനി കോട്ടപ്പുറത്ത് താമസിക്കുമ്പോൾ ഞാൻ പോയിട്ടുണ്ട്. ഒരു കോമൺ ഇതിന് പറയുന്നു, ഒരു കോമൺ കക്കൂസ്, അതും വെളിയിൽ മഴയാണെങ്കിലും വെയിലാണെങ്കിലും അവിടെ പോകണം. അങ്ങനെ ഉള്ള എല്ലാ ചുറ്റുപാടുകളിലും വളരെ ലളിതമായിട്ട് ഉള്ള സാഹചര്യത്തിൽ കഴിഞ്ഞുകൂടുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ പള്ളികളിൽ പോയാൽ ആ ഷെഡുകൾ ചോർന്നൊലിക്കുന്നതായിരിക്കും. രാത്രി അവിടെ തങ്ങേണ്ടി വന്നാൽ ഈ പാപ്പച്ചനും തിരുമേനിയും കൂടെ ആ പള്ളിക്കകത്ത്, അത് ചിലപ്പോൾ മഴയാണെങ്കിൽ കട്ടിൽ മാറ്റി മാറ്റി ഇടേണ്ടി വരും. ചില സമയത്ത് മദ്ബഹായിൽ കയറി രാത്രി കഴിച്ചു കൂട്ടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള വളരെ പ്രയാസമേറിയ ഘട്ടങ്ങളിൽ കൂടെയാണ് തിരുമേനി ആദ്യകാലങ്ങളിൽ കടന്നു പോയത്. അതിനുശേഷം സ്വപ്രയത്നം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം നേടി. അത് ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം, അതിൻ്റെ ബലത്തിലാണ് അദ്ദേഹം മുമ്പോട്ട് പോയത്. തിരുമേനിയെ സംബന്ധിച്ചൊരു പരാതി പലരും അവിടെ ഇവിടെയൊക്കെ പറയുമായിരുന്നു, എപ്പോഴും പണത്തിന് വേണ്ടി ഓടി നടക്കുകയാണെന്ന്. എന്തിനായിരുന്നു പണം? അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യത്തിനൊന്നും ഒരു പൈസയും അദ്ദേഹം ചിലവാക്കിയിട്ടില്ല. എത്രയെത്ര കോളേജുകൾ, അടൂർ സെൻറ്റ് സിറിൽ, കൊട്ടാരക്കര സെൻറ്റ് ഗ്രിഗോറിയോസ് കോളേജുകൾ, എത്ര സ്കൂളുകൾ, ശാസ്താംകോട്ട ആശുപത്രി, BEd കോളേജ്, സന്യാസ ആശ്രമങ്ങൾ, മഠങ്ങൾ. കൊല്ലം ഭദ്രാസനത്തിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. എല്ലാം സ്ഥാപിച്ചു. അദ്ദേഹം സ്വന്തമായി ഒന്നും നേടിയില്ല, ഒന്നും ആഗ്രഹിച്ചില്ല. അദ്ദേഹം ആകെ ചെയ്തതെന്ന് പറയുന്നത് സഹോദരന്മാരിൽ ഒരാളെ കൊട്ടാരക്കര കോളേജിൻ്റെ ഒരു ക്ലാർക്ക് ഉദ്യോഗം കൊടുത്തു. അതിന് വരെയും പരാതി പറഞ്ഞ ആളുകളുണ്ട്. തിരുമേനിയുടെ ആൾക്കാർക്ക് ജോലി കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ സ്വന്തമായിട്ടൊന്നും ഭക്ഷണ രീതിയോ, അനേക സന്ദർഭങ്ങളിൽ ഞാൻ തിരുമേനിയോടൊത്ത് ഭക്ഷണത്തിന് ഇരുന്നിട്ടുണ്ട്. കൊല്ലം അരമനയിലായിരുന്നപ്പോഴും, ഈവൻ കോട്ടയത്ത് ദേവലോകം അരമനയിലായിരുന്നപ്പോൾ പോലും രാത്രി കഞ്ഞിയും ഒന്നുകിൽ കടല പുഴുങ്ങിയത് അല്ലെങ്കിൽ അല്പം ചെറുപയർ തോരൻ, ഇതായിരുന്നു ഭക്ഷണം. എവിടെയെങ്കിലും സന്ദർശനത്തിന് പോകുമ്പോൾ പള്ളിക്കാരെന്തെങ്കിലും മേശ ഒരുക്കിയാൽ അതാണ് പ്രധാന ഭക്ഷണമെന്ന് പറയുന്നത്. സ്വന്തമായി അദ്ദേഹം തുണികളൊന്നും വാങ്ങിച്ചിട്ടില്ല. എല്ലാം ആരെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കുന്ന കാപ്പത്തുണിയോ ചുവന്ന കുപ്പായത്തിൻ്റെ തുണിയോ അതൊക്കെ തയ്പ്പിച്ച് ഉപയോഗിച്ചിരുന്നതാണ്. ഒരിക്കൽ ഞാൻ അബുദാബിയിൽ ജോലിക്ക് വന്നതിന് ശേഷം ഞാൻ തിരുമേനിക്കൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അവധിക്ക് പോയപ്പോൾ ഒരു ചുവന്ന കുപ്പായത്തിനുള്ള തുണിയും വാങ്ങിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്നിട്ട് അദ്ദേഹം അന്ന് കൊട്ടാരക്കര ഒരു സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പോയി. പോരാൻ നേരത്ത് ഞാൻ പറഞ്ഞു, തിരുമനസിലേക്കൊരു കുപ്പായത്തിന് തുണി ഞാൻ കൊണ്ടുവന്നുണ്ടെന്ന് പറഞ്ഞു. പാപ്പച്ചനെ ഏൽപ്പിച്ചേക്കാൻ പറഞ്ഞു. ഞാൻ പാപ്പച്ചൻ്റെ കൊടുത്തേച്ച് ഞാനിങ്ങ് പോന്നു. ഞാൻ തിരിച്ച് അബുദാബിയിൽ വന്ന് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴെന്തോ ഒരാവശ്യത്തിന് തിരുമേനി അബുദാബിയിൽ വന്നു. അപ്പോൾ
പള്ളിയിൽ വന്ന് തിരുമേനി കൊണ്ടുവന്ന ചുവന്ന കുപ്പായവുമായിട്ട് ഇവിടെ മീറ്റിങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരുന്നുകൊണ്ട് എന്നെ കണ്ടു, ഞാൻ താഴെ ഇരിക്കുന്നത്. എന്നിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് നേരെ എന്നെ പോലും ശ്രദ്ധിക്കാതെ നേരെ അന്ന് അപ്പുറത്താണല്ലോ താമസം, അവിടോട്ട് പോയി റൂമിൽ ചെന്നിട്ട് ഈ ഇട്ടിരുന്ന ചുവന്ന കുപ്പായം മാറിയിട്ട് ഞാൻ കൊടുത്ത തുണി കൊണ്ട് തയ്പ്പിച്ച കുപ്പായം ഇട്ടുകൊണ്ട് തിരിച്ചിറങ്ങി വന്നു. എന്നെ സന്തോഷിപ്പിക്കാനാണ്. എത്ര ലളിതമാണ് ആ സ്വഭാവം. ഞാനെന്തുവാ അദ്ദേഹം എന്തോ. നീ തന്നത് ഞാൻ ഇടുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അത്രമാത്രമുള്ള ആ ഒരു ആത്മാർത്ഥതയാണ് തിരുമേനിയിലുണ്ടായിരുന്നത്. ഞാൻ പറയുന്നതിൻ്റെ സാരം അനേക ഞാൻ പറഞ്ഞല്ലോ എന്തെല്ലാം സ്ഥാപനങ്ങൾ സഭയ്ക്ക് വേണ്ടി, അതെല്ലാം ഇന്ന് ആർക്കാണ്? എല്ലാം സഭയുടെ സ്വത്താണ്. ആയിരത്തി 1952 അല്ല 53 മെയ് മാസത്തിലാണ് തിരുമേനി അഭിഷിക്തനാകുന്നത്. 38-ാമത്തെ വയസ്സിൽ, കേവലം 38-ാമത്തെ വയസ്സിൽ യൗവനക്കാരനായിട്ട് അഭിഷിക്തനാകുകയാണ്. അന്ന് തിരുമേനി ഏതെങ്കിലും അരമനയിലാണെങ്കിലും ഏതെങ്കിലും പള്ളികളിലാണെങ്കിലും ചെറിയ പ്രായമാണല്ലോ, 38 വയസ്സ് അല്ലെങ്കിൽ 39 വയസ്സ്. രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഷമ്മാശൻ സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കണം ഉറങ്ങുന്നതുവരെ. കാരണം മറ്റ് യാതൊരു ചിന്തകളും മനസ്സിൽ വരാൻ പാടില്ല. ആ സങ്കീർത്തന വായന കേട്ടുകൊണ്ടാണ് ഉറങ്ങിയത്. വളരെ പ്രായമായതിനു ശേഷമാണ് ആ ഒരു പതിവ് മാറ്റിയത്. അതുവരെയും അങ്ങനെയായിരുന്നു. എനിക്ക് അനുഭവമുണ്ട്, പല രാത്രികളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ആരാണ് ഷമ്മാശൻ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ആ ഷമ്മാശൻ ഉറക്കം പിടിക്കുന്നത് വരെ, തിരുമേനി ഉറങ്ങുന്നത് കണ്ടിട്ട് ഷമ്മാശൻ മുറി കഥ അടച്ച് ചാരി മാറാവും. അങ്ങനെ സങ്കീർത്തനം വായിച്ചുകൊണ്ട് അടുത്തിരിക്കും താഴെ. അത്രമാത്രം പവിത്രമായ ഒരു ജീവിതമായിരുന്നുള്ളതാണ്. ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ഒരുപോലെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ച ഒരു പിതാവായിരുന്നു. അദ്ദേഹത്തോടൊപ്പം വാഴിക്കപ്പെട്ട മറ്റു തിരുമേനിമാരെ എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. മാത്യൂസ് മാർ യുവാനിയോസ് തിരുമേനി, പാറേട്ട തിരുമേനി നമ്മൾ വിളിക്കുന്ന പുതുപ്പള്ളി തിരുമേനി, പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനി, മലബാറിൻ്റെ തിരുമേനിയായിരുന്നു. അദ്ദേഹമാണ് ശ്രീബാദാസ സമൂഹം ഉണ്ടാക്കിയത്. സ്വന്തമായി വാഹനങ്ങളൊന്നുമില്ലായിരുന്നു. കാറിലും കാൽനടയായിട്ടും ബസ്സിലും കാൽനടയായിട്ടും ഒക്കെ പോയി പാവങ്ങളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ച് ആളുകളെ ചേർത്ത് ശ്രീബാദാസ സമൂഹം ഉണ്ടാക്കിയ തിരുമേനിയാണ് പത്രോസ് മാർ ഒസ്താത്യോസ്. അദ്ദേഹമായിരുന്നു ഒരാൾ. ഒന്ന് ദാനിയേൽ മാർ പീലക്സിനോസ് തിരുമേനി, പത്തനംതിട്ട. അദ്ദേഹമാണ് വാസ്തവത്തിൽ എനിക്ക് പത്തനംതിട്ട കോളേജിൽ അഡ്മിഷൻ തന്നത്. എൻ്റെ ഒരു അമ്മാച്ചനായിട്ട് വരും. കാരണം എൻ്റെ അമ്മയുടെ പിതാവും തിരുമേനിയുടെ പിതാവും ജ്യേഷ്ഠാനുജന്മാരായിരുന്നു. അപ്പോൾ ഞങ്ങൾ പത്തനംതിട്ട പോയി. ഞാൻ SSLC പാസ്സായി കഴിഞ്ഞ് പത്തനംതിട്ട ചെന്ന് എൻ്റെ പിതാവുമായിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പം അന്ന് റംബാനാണ്. അപ്പോൾ കണ്ടപ്പോഴെന്താ ആളിയം വന്നോന്ന് ചോദിച്ചു. ഇങ്ങനെ മകൻ്റെ അഡ്മിഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് 150 രൂപ കൊടുക്കണം ഡൊണേഷൻ. 150 രൂപ അവിടെ കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ തിരുമേനി എനിക്ക് അഡ്മിഷൻ തന്നു. അതവിടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ദാനിയേൽ മാർ പീലക്സിനോസ് തിരുമേനി, പിന്നെ മാത്യൂസ് മാർ അത്താനാസ്യൂസ് തിരുമേനി, നമ്മുടെ മാത്യൂസ് ഫസ്റ്റ് ബാബാ തിരുമേനി,
പിന്നീട്. അപ്പോൾ മാത്യൂസ് മാർ യോവാനിയോസ്, ദാനിയേൽ മാർ പീലസിനോസ്, മാത്യൂസ് മാർ അത്താനാസിയോസ്, പത്രോസ് മാർ ഒത്താസിയോസ്, അവർ 4 പേരും നമ്മുടെ പിതാവും കൂടെ ചേർന്ന് 5 പേരെ ഒന്നിച്ചാണ് 53 വാഴിക്കുന്നത്. എന്നിട്ട് അത്താനാസ് തിരുമേനി പിന്നീട് ബാവാ തിരുമേനിയായി, ഇദ്ദേഹം അസിസ്റ്റൻ്റായി. അത്താനാസ് തിരുമേനി, അതായത് മാത്യൂസ് ഫസ്റ്റ് തിരുമേനി സുഖമില്ലാതെ നമ്മുടെ പിതാവിലേക്ക് ഈ സ്ഥാനം മാറി ഇദ്ദേഹം സുഖമില്ലാതെ റൂമിൽ കിടക്കുകയാണ്. അപ്പം തിരുമേനി എവിടെങ്കിലും പോയിട്ട് വന്നാൽ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരും. സ്വന്തം അപ്പനെ ശുശ്രൂഷിക്കുന്നത് പോലെയാണ് തിരുമേനി സുഖമില്ലാതെ കിടന്നപ്പോൾ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരും. റൂമിൽ ചെന്നിട്ട് സുഖമില്ലാതെ കിടക്കുന്ന അത്താനാസ് തിരുമേനിയെ കണ്ട്, ബാബ തിരുമേനിയെ കണ്ട് എന്തെങ്കിലും ഒന്ന് വായി വെച്ച് കൊടുക്കും. അങ്ങനെ ഒരു അപ്പൻ മകൻ ബന്ധം പോലെയാണ് അന്ന് തിരുമേനിയുമായിട്ട് അവിടെ ദേവലോകത്ത് കഴിഞ്ഞത്. അത്രമാത്രം ലാളിത്യവും സ്നേഹവും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, എല്ലാ വിഭാഗങ്ങളിലുള്ള ആളുകളുമായിട്ടും തിരുമേനിക്ക് ബന്ധമുണ്ടായിരുന്നു, ജാതി മതഭേദമന്യേ. അതിൻ്റേതായ ഒരുപാട് പ്രയോജനങ്ങളും ഉണ്ടായി. കെ കരുണാകരൻ, പിന്നെ ഇ കെ നയനാർ, എ റഹീം, ആർ ബാലകൃഷ്ണപിള്ള, കേശവൻ പോറ്റി കൊട്ടാരക്കര, പിന്നെ അതുപോലെ ടി കെ ദിവാകരൻ, RSPയുടെ ഒരു മന്ത്രിയായിട്ടൊക്കെ ഇരുന്ന ആളാണ്. അങ്ങനെ അപ്പോൾ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളുമായിട്ടും തിരുമേനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ നിലയ്ക്കൽ പ്രശ്നം. അന്ന് നമ്മൾ കുരിശ് കണ്ടെടുത്ത് അവിടെ നമ്മുടേതായ ആരാധനാ കാര്യങ്ങൾ തുടങ്ങുന്ന അവസരത്തിൽ ഹിന്ദുക്കളുമായിട്ട് കടുത്ത ഒരു പ്രശ്നത്തിലേക്ക് നീങ്ങുകയായിരുന്നു. വളരെ ഒരു വർഗീയ ലഹളയായിട്ടോ ഒക്കെ മാറാവുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ പ്രശ്നം നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു സമാധാന ചർച്ച കോട്ടയത്ത് വെച്ച് നടന്നു. ആ ചർച്ചയിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഏറ്റവും പ്രധാനിയായിട്ട് തിരുവനന്തപുരം ചെങ്കോട്ടുകോണം അവിടുത്തെ ഒരു തിരുമേനിയുണ്ട്, പോറ്റി, അദ്ദേഹവും ഒക്കെ കൂടാണ് ഈ മീറ്റിംഗ് നടക്കുന്നത് കോട്ടയത്ത് വെച്ച്. അപ്പോൾ തിരുമേനി ഇതിൻ്റെ ഒരു പ്രധാന ചുമതലക്കാരനാണ്, ബാബാ തിരുമേനി. തിരുമേനി എന്തോ ആവശ്യത്തിന് ആ സമയത്ത് വെളിയിലായിരുന്നു. യോഗം തുടങ്ങി ചർച്ച കുറേ വന്നു കഴിഞ്ഞപ്പോൾ ഈ ചെങ്കോട്ടുകോണം സ്വാമിയെയും മറ്റും അവഹേളിക്കുന്ന രീതിയിലുള്ള എന്തോ ഒരു പെരുമാറ്റം നമ്മുടെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരിൽ ആരിൽ നിന്നും ഉണ്ടായി. അങ്ങനെ ചെങ്കോട്ടുകോണം സ്വാമി പരിവാരങ്ങളും മീറ്റിംഗ് ഉപേക്ഷിച്ച് ഇറങ്ങി അങ്ങ് പോവുകയാണ് ചെയ്തത്. നമ്മുടെ തിരുമേനി എത്തിയപ്പോൾ വിവരം അറിഞ്ഞു, ഇങ്ങനെയാണ് സംഭവിച്ചത്. ഒരു തീരുമാനവുമായില്ല, അവർ പിണങ്ങിപ്പോവുകയും ചെയ്തു. തിരുമേനി അവിടുന്ന് നേരെ ഉടൻ തന്നെ തിരുവനന്തപുരത്തിന് തിരിക്കുകയാണ്. ആദ്യം കേശവൻ പോറ്റി വളരെ അടുത്ത ഒരു സുഹൃത്താണ്. കേശവൻ പോറ്റിയെ വിളിച്ചിട്ടാണ് പോകുന്നത്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, അത്യാവശ്യമായിട്ട് കാണണം. നേരെ അവിടെ ചെന്ന് കേശവൻ പോറ്റിയുടെ വീട്ടിൽ ചെന്ന് കണ്ടു, പറഞ്ഞു എനിക്ക് ചെങ്കോട്ടുകോണം സ്വാമിയെ ഒന്ന് കാണണം. പോറ്റി ഈ സ്വാമിയെ വിളിച്ചു, ഇങ്ങനെ കൂർലോസ് തിരുമേനി കാണാൻ വന്നിരിക്കുന്നു, അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വാമി പറഞ്ഞു വേണ്ട, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോറ്റിയുടെ വീട്ടിൽ സ്വാമി എത്തി. സ്വാമി വന്ന് ഇറങ്ങി
തിരുമേനി ഇരുന്ന സ്ഥാനത്തു നിന്ന് ചെന്ന് നേരെ പോറ്റി അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്ത്, ആശ്ലേഷിക്കുകയാണ് ചെയ്ത്. ആ കെട്ടിപ്പിടുത്തത്തിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ചെങ്കോട്ടുകോണം സ്വാമി തിരുമേനിയെ ആശ്ലേഷിച്ചു, തിരുമേനി സ്വാമിയെയും ആശ്ലേഷിച്ചു. പ്രശ്നം വളരെ വേഗം പരിഹൃതമാകുക ചെയ്തത്. അല്ലെങ്കിൽ പിടിച്ചാൽ നിൽക്കാത്ത രീതിയിൽ ആ പ്രശ്നം പോകുമായിരുന്നു, ഒരു വലിയ ലഹളയിലേക്ക് മാറുമായിരുന്നു. അങ്ങനെ ആ സ്വാമികൂടെ വന്ന് നിലയ്ക്കൽ പ്രത്യേകം സ്ഥലം കണ്ടെത്തി നമ്മുടെ ആരാധനാലയം സ്ഥാപിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നയപരമായ രീതിയിൽ എല്ലാവരോടും ആ ഒരു ബന്ധം നിലനിർത്തി പെരുമാറാനുള്ള ഒരു പ്രത്യേക കഴിവ് തിരുമേനിക്കുണ്ടായിരുന്നുള്ളതാണ്. അതുപോലെ തിരുമേനിക്ക് വിവിധ സഭകളുമായിട്ടുള്ള ബന്ധം. തിരുമേനി ഏതെല്ലാം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. റഷ്യയിൽ തന്നെ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അന്ന് പീമൻ പാത്രിക്കീസാണ് റഷ്യയുടെ അന്നത്തെ പാത്രിക്കീസ്. പീമൻ പാത്രിക്കീസിനെ ഇവിടേക്ക് ക്ഷണിച്ചു, നമ്മുടെ സഭയിലേക്ക് ക്ഷണിച്ചു. പാത്രിക്കീസ് വന്നു. ഞാൻ ഓർക്കുന്നു, കോട്ടയത്തെ സ്വീകരണങ്ങളെല്ലാം കഴിഞ്ഞ് പാത്രിക്കീസ് ചേപ്പാട് വരുമ്പോൾ തിരുമേനി വേണം പോയി അവിടുന്ന് കൊല്ലം ഭദ്രാസനത്തിലേക്ക് സ്വീകരിക്കാൻ. ഭാഗ്യത്തിന് ഞാനും അന്ന് തിരുമേനിയോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ കൊല്ലത്തുനിന്ന് ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്ത് വടക്കോട്ട് വരുമ്പോൾ കാറിൽ ഇരുന്നുകൊണ്ട് പറയുന്നു, ഇന്നിപ്പം വൈകിട്ട് പ്രസംഗിക്കണം, എന്താ പറയേണ്ടതെന്ന് അറിയത്തുമില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. വന്ന് തിരുമേനിയെ ഭീമൻ പാത്രിക്കീസിനെ സ്വീകരിച്ചു. കായംകുളം കാതീശ പള്ളിയിൽ കയറി പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് നേരെ കൊല്ലത്തിന് പോവുകയാണ്. കൊല്ലം പള്ളിയുടെ അരമന പള്ളിയുടെ മുമ്പിൽ വലിയ പന്തലിട്ട് അവിടെ സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മീറ്റിംഗ് ആരംഭിച്ചു. തിരുമേനിയാണ് ഉദ്ഘാടന പ്രസംഗം. 1.5 മണിക്കൂർ ഇംഗ്ലീഷിൽ ആ സംസാരം അങ്ങനെ ഒഴുകുകയായിരുന്നു. എവിടെ നിന്ന് വരുന്നു നമുക്കറിയത്തില്ല. ഇംഗ്ലീഷിലുള്ള ഇത്രയും ആ ഒരു പ്രാവീണ്യം, അത് അത്ഭുതകരമാണ് വാസ്തവത്തിൽ. അങ്ങനെ ആ സന്ദർഭങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ ഇപ്പോൾ പൊളിച്ച പഴയ പള്ളിയുടെ കൂദാശ സമയത്ത് അന്ന് മാത്യൂസ് ഫസ്റ്റ് ബാബാ തിരുമേനിയും നമ്മുടെ കാലം ചെയ്ത ഗ്രിഗോറിയോസ് തിരുമേനിയും ഇദ്ദേഹവുമാണ് കൂദാശയ്ക്ക് പങ്കെടുത്തത്. ഗ്രിഗോറിയോസ് തിരുമേനിയും മാത്യൂസ് ഫസ്റ്റ് ബാബാ തിരുമേനിയും പ്രസംഗിച്ചു. 3ാമതാണ് നമ്മുടെ ബാബാ തിരുമേനി പ്രസംഗിക്കുന്നത്. ആ പ്രസംഗം എന്ന് പറയുന്നത് ഇപ്പോഴും എവിടെയെങ്കിലും ആ ടേപ്പ് ഉണ്ടെങ്കിൽ കേൾക്കാൻ സാധിക്കും. അബുദാബിയിൽ പള്ളിയുടെ സ്ഥാപനം മുതൽ അതിനുവേണ്ടി സഹായങ്ങൾ ചെയ്ത ഭരണതലത്തിലുള്ള എല്ലാ ആളുകളെയും പ്രകീർത്തിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ പള്ളി സ്ഥാപനത്തിൻ്റെ കാലം മുതലുള്ള ചരിത്രം അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങനെ നദിയിലെ ജലം ഒഴുകുന്നത് പോലെയുള്ള ഒരു ഒഴുക്കൻ പ്രസംഗമാണ് ഇംഗ്ലീഷിൽ. അത്രമാത്രം പ്രാവീണ്യം ആ ഒരു പ്രസംഗത്തിനുണ്ടായിരുന്നു. അതെവിടെയാണെങ്കിലും അങ്ങനെയാണ്. മലയാളത്തിലാണെങ്കിലോ നമ്മൾക്കറിയാമല്ലോ, പള്ളിയിൽ പ്രസംഗിക്കാൻ നിന്നാൽ ആ വിഷയങ്ങളൊക്കെ എവിടുന്ന് വരുന്നു നമ്മൾ അതിശയിച്ചു പോകും. കുർബാന മധ്യേ തിരിഞ്ഞു നിൽക്കുമ്പോഴുള്ള ആ മുഖശോഭ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുവരെ കാണുന്ന തിരുമേനിയല്ല കുർബാന സമയത്ത് ആ മുഖം. ഞാനൊരു സന്ദർഭം ഓർക്കുകയാണ്. ഞാൻ സംസാരിച്ച് പോകുന്നതിൽ പ്രയാസമുണ്ടോ? ഞാൻ പറയാൻ വന്നത്, എൻ്റെ കുടുംബവുമായിട്ട് ഞാനുമായിട്ട് തിരുമേനിക്ക്
ഒരു വലിയ ഒരു സ്നേഹബന്ധമായിരുന്നു. അത് തുറന്ന് പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല. കാരണം അത്രമാത്രം എന്നെയും എൻ്റെ കുടുംബത്തെയും സ്നേഹിച്ചു എന്നുള്ളതാണ്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും തിരുമേനിയുടെ സാന്നിധ്യവും അനുഗ്രഹവും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്നെ കൈപിടിച്ച് മദ്ബഹയിൽ കയറ്റിയത് തിരുമേനിയാണ്. എൻ്റെ വിവാഹം നടത്തിയത് തിരുമേനിയാണ്. എൻ്റെ പിതാവിൻ്റെ സംസ്കാര ചടങ്ങിൽ ശുശ്രൂഷിച്ചത് തിരുമേനിയാണ്. എൻ്റെ മകൻ അച്ഛൻ്റെ 2 ശമാശപ്പട്ടവും അച്ഛൻ പട്ടവും 2 നൽകിയത് തിരുമേനിയാണ്. അച്ഛത്തിയത് തിരുമേനിയാണ്. ആദ്യ കുഞ്ഞിൻ്റെ മാമോദിസ നടത്തിയതും തിരുമേനിയാണ്. ചുരുക്കത്തിൽ